ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു ചെമ്മീൻ കറിയാണ് കേട്ടോ. എപ്പോഴും ചെമ്മീൻ കറി ഒരേപോലെയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് മുരിങ്ങയ്ക്ക മാങ്ങയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചി നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി, 8-10 ചെറിയുള്ളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പിട്ട് ഒരു ഏകദേശം 1/4 ടീസ്പൂണാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക, കൂടുതലാവേണ്ട. അതുപോലെ തന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇതിങ്ങനെ ആദ്യം നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടിക്കോളും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മുരിങ്ങക്ക ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതും ഒരു മീഡിയം സൈസുള്ള നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, പച്ചമാങ്ങ, അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 200 ഗ്രാം ചെമ്മീൻ, ചെറിയ ചെമ്മീനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊരു 1-1.5 കപ്പ് വരെ വെള്ളം വേണ്ടി വരും. 1 കപ്പ് ഒഴിച്ചിട്ട് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് മുരിങ്ങയ്ക്ക എടുക്കുന്ന സമയത്ത് അധികം മൂപ്പില്ലാതെ തന്നെ നോക്കിയെടുക്കുക, അപ്പോഴേ എല്ലാം ഒരേ രീതിയിൽ അങ്ങ് വെന്ത് കിട്ടിക്കോളും. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇതൊരു പകുതി 1/4 ഭാഗം വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒരു അരപ്പ് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക, നല്ല ഫൈനായിട്ട് തന്നെ. എന്നിട്ട് ആ ഒരു തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് മിക്സ് ആക്കി എടുത്താൽ മതി. ഒരുപാട് ലൂസ് ആവേണ്ട, എന്നാൽ കൂടുതൽ കട്ടിയാവേണ്ട കേട്ടോ. തേങ്ങ അരച്ച കറിയാകുമ്പോൾ ഒരു പാകം കുറുകലായിരിക്കും നന്നായിരിക്കുക. നമ്മൾ കറി ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നുകൂടെ കുറുകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലൂസിൽ തന്നെ ഇപ്പോൾ റെഡിയാക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ഒരു തേങ്ങയിൽ ചേർത്തിട്ടുള്ള ഒരു മുളക് പൊടിയൊക്കെ നല്ല വെന്തിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പച്ചരുചി മുന്നിട്ട് നിൽക്കും. ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മാത്രം പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കുക. ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. ഉലുവ വറുക്കുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ ഞാൻ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉലുവ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇത്തിരി വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതോടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി. നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ കഴിക്കുന്നതിനൊക്കെ കുറച്ചുകൂടി നല്ലത് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ആ ഒരു പുളിയൊക്കെ ഇറങ്ങി, ആ ഒരു മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി നല്ല കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ടാവും. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ്. നമ്മൾ ചെമ്മീൻ ഒരുപാട് രീതിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മീൻ വറുത്തതോ കാര്യങ്ങളൊക്കെ സൈഡിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്